ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ നിർണായക കണ്ടെത്തലുമായി NIA. ഹമാസ് മാതൃകയിൽ ഡ്രോൺ ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതിയിട്ടതായി NIA. വിവരം ലഭിച്ചത് സ്ഫോടനത്തിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ജസീർ ബിൻ അൽവാനിയെ ചോദ്യം ചെയ്തപ്പോൾ. ഡൽഹി സ്ഫോടനത്തെ ന്യായീകരിച്ച് ഉമർ നബി പറയുന്ന വീഡിയോയും പുറത്ത്. സ്ഫോടനത്തിന് മുൻപ് ചിത്രീകരിച്ച വീഡിയോയാണ് പുറത്തു വന്നത്. One of the very misunderstood concept of what has been labeled as suicide bombing. It is martyrdom operations, and it is being known in Islam. There are multiple contraindications, there are multiple arguments that have been brought against it. Martyrdom operations. When a person presumes that he is going for sure die at a particular place at a particular time, he goes against the presumption that a particular is going to die in a particular situation. It is not, we don't have situation. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, ഡൽഹി സ്ഫോടനത്തെ ന്യായീകരിച്ച് ഉമർ നബി പറയുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. സ്ഫോടനത്തിന് മുൻപാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, അതിനാണ് ഏകദേശം 1 മിനിറ്റ് 20 സെക്കൻഡ് ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ ആണ് ഉമർ നബിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് അദ്ദേഹം ടെലഗ്രാമിലൂടെയാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. സ്ഫോടനത്തിന് മുമ്പാണ് ഈ വീഡിയോ, 2 മാസം മുമ്പാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. ഏതോ ഒരു ഹോസ്റ്റൽ മുറി എന്ന് തോന്നിക്കുന്ന ഒരു റൂമിലിരുന്നാണ് ഈ ഉമർ നബി ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിലെടുത്തു പറയുന്ന കാര്യം ഡൽഹി സ്ഫോടനത്തെ അല്ല, ചാവേർ ആക്രമണത്തെയാണ് ഈ ഉമർ നബി ഈ വീഡിയോയിലൂടെ ന്യായീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. അതായത് ഈ ചാവേർ ആക്രമണം എന്ന് പറയുന്നത്, ചാവേർ ബോംബിംഗ് എന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്നാണ് ഉമർ നബി ഈ വീഡിയോയിലൂടെ പറയുന്നത്. വളരെ മികച്ച ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒപ്പം തന്നെ പലപ്പോഴും ചാവേർ ബോംബിംഗ് എന്ന് മുദ്രകുത്തപ്പെടുന്നത് യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വ പ്രവർത്തനമാണെന്നാണ് വിശദീകരിക്കുന്നത്. രക്തസാക്ഷിത്വത്തിനെതിരെ വാദങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടെന്നാണ് ഉമർ അവകാശപ്പെടുന്നത്. കൂടാതെ ഒരു വ്യക്തി ഒരു പ്രത്യേക സ്ഥലത്തും സമയത്തും മരിക്കുമെന്ന് അനുമാനിക്കുകയും സ്വാഭാവിക മരണ അനുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാണ് രക്തസാക്ഷി പ്രവർത്തനമായി വിവരിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം ഈ ഉമർ നബി പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് ഈ വൈറ്റ് കോളർ, അതായത് ഈ ഡോക്ടർമാർ, ഈ സ്ഫോടനത്തിനുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരെ അല്ലെങ്കിൽ അതിലേക്കും ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉമർ നബി ഡോക്ടറാണ്. അദ്ദേഹം ഈ മറ്റുള്ളവരെ ബ്രെയിൻ വാഷ് ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും ആ വീഡിയോ 1 മിനിറ്റ് 20 സെക്കൻഡോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയാണ് ഈ ഉമർ നബി എന്ന് പറയുന്നത്. ചാവേറാണ് ഈ ഉമർ നബി. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹമാസ് മോഡലിലുള്ള ഒരു ആക്രമണമാണ് ഇവർ ലക്ഷ്യമിട്ടത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് NIA കണ്ടെത്തിയത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഉമറിൻ്റെ മറ്റൊരു കൂട്ടാളിയായ ജാസിർ ബിലാൽ വാണിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു പദ്ധതി ജാസിർ ബിലാൽ വാണി NIAയോട് പറഞ്ഞിരിക്കുന്നത്. വളരെ ആസൂത്രിതമായി നടന്ന ഒരു ആക്രമണമാണ്, വളരെ ആസൂത്രണമായി നടത്താൻ ഉള്ള ഒരു ആക്രമണമാണ് ഡൽഹിയിൽ നടക്കാൻ ഇവർ ശ്രമിച്ചത് എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. NIA പ്രകാരം ജാസിർ ഭീകരനായ ഉമറിൻ്റെ പ്രധാന കൂട്ടാളിയാണെന്നാണ് പറയുന്നത്. ആനന്ദ് നഗറിലെ കാസിഗുണ്ട് നിവാസിയാണ് ഈ ജാസിർ ബിലാൽ വാണി എന്ന ഡാനിഷ് എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് അതിനിടയിലാണ് ഉമർ നബിയുടെ ഇത്തരത്തിൽ ചാവേർ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്.